ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പുട്ട് ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ്. അതൊന്ന് കണ്ടു നോക്കാം. അതിനു വേണ്ടിയിട്ട് ചിക്കൻ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കഴുകി വൃത്തിയാക്കിയത്, അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ തൈര് ഇട്ട് നന്നായിട്ട് മിക്സാക്കി മാറ്റി വെക്കുക. ഇത് മാറ്റി വെച്ച നേരം കൊണ്ട് നമുക്ക് പുട്ടുണ്ടാക്കാനുള്ള പൊടി ഉതിർത്തെടുക്കാം. അതിന് ശേഷം ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മാറ്റി വെച്ച ചിക്കൻ ഇട്ടെടുത്തിട്ട് ഫ്രൈ ആക്കി എടുക്കുക. ഒരു 3/4 ഭാഗത്തോളം വേവിച്ചെടുക്കുക. ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഞാനത് മാറ്റി വെക്കുകയാണ്. എന്നിട്ട് ആ പാനിലേക്ക് തന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിട്ടെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു തക്കാളി മിക്സിയിലിട്ട് അടിച്ചുകൊണ്ട് അത് ഒഴിച്ചെടുത്തു. അതൊന്ന് വറ്റി വരുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുക്കുക. നമ്മൾ ഫ്രൈ ആക്കി വെച്ച ചിക്കനേക്ക് ഇട്ട് കൊടുക്കുക. ഫ്രൈ ചെയ്ത കുറച്ച് സവാള ഉണ്ടായിരുന്നു, അതിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഞാൻ കുക്കറിൽ കുറച്ച് അധികം വെള്ളം വെച്ച് വിസിൽ ഊരി വെച്ച് ചിരട്ടയിലാണ് പുട്ടുണ്ടാക്കുന്നത്. അത് ചെരിയാതിരിക്കാൻ ഒരു കഷ്ണം തുണി വെച്ച് റെഡിയാക്കി. ഇതുപോലെ ചെരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശീല ചുറ്റിയത്. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. 2 അണ്ടിപ്പരിപ്പ് ഇട്ടെടുത്തു, മുന്തിരി, കുറച്ച് ഫ്രൈ ചെയ്ത ഉള്ളി, പിന്നെ നമ്മളെ ചിക്കൻ മസാല. ഇനി ഇതിലേക്ക് നമ്മൾ ഉതിർത്ത് വെച്ച പുട്ടുപൊടി അതിന് ഇറയാണ്ടിട്ട് കൊടുക്കുക. ഇത് ആ ചിരട്ടൻ്റെ ബാക്കി ഭാഗം തന്നെ അതിലേക്ക് വെച്ചെടുക്കുക. ഇനി കുക്കറിന് ആവി വരുന്ന വരെ വെയിറ്റ് ചെയ്യാം. നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് മാറ്റിയെടുക്കാം. അങ്ങനെ ബാക്കിയുള്ള പൊടികളൊക്കെ അതേമാതിരി ചെയ്തെടുത്തതാണത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയാണ് കേട്ടോ. നാടൻ ചിരട്ടയിലിട്ട് കാണാൻ ഉണ്ടാക്കുന്ന പുട്ടിന് ഇതിങ്ങനൊക്കെ ചെയ്ത് നോക്കണേ.